ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ചെറിയ മെസ്സേജസ് എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഒറക്കിൾ ഡെക്കുന്നു മാത്രം. ഓക്കെ, ഫുൾ മൂൺ എനർജീസ് ഇന്നലെ നമ്മൾ ജനറലായിട്ട് നമ്മൾ നക്ഷത്രഫലം പോലെ നോക്കിയിരുന്നു. ഓക്കെ, ഇന്നത്തെ എനർജി, ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടാവും എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് അഫർമേഷൻസ് എടുക്കാൻ ഞാൻ കുറച്ച്. ഓക്കെ, ലെറ്റ്സ് സീ ഫുൾ മൂണിൻ്റെ ശേഷം എങ്ങനെയുണ്ട് എല്ലാവർക്കും. ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ, മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്, സ്പിരിച്വൽ സ്ട്രെങ്ത്, ലൈറ്റ്, okay, material and spiritual prosperity, good. Okay, heart chakra, great. Moving on, emotional loss, and throat chakra. Okay, patience, okay. മെയിൻ ആയിട്ട് ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഫുൾ മൂൺ സമയത്ത് എനിക്ക് നിങ്ങളൊന്ന് നമ്മൾ ഒരുപാട് ഇമോഷണലായിട്ട് കൂടുതൽ ചിന്തകളിലേക്കൊക്കെ പോകും. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങളപ്പോൾ ഒരു റിയലൈസേഷൻസ് വരുന്ന ഒരു സമയം കൂടിയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഇമോഷണലായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമ്മൾക്കത് കാണിച്ചു തരാണ് എന്താണ് നമ്മളുടെ ഉള്ളിൽ ഹീൽ ചെയ്യാൻ ബാക്കി എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഹാർട്ട് ചക്രയുടെ ബ്ലോക്കേജസ് കാണിച്ചു തരുന്നുണ്ട് ആൻഡ് ത്രോട്ട് ചക്ര ബ്ലോക്കേജസ്. ഓക്കെ, ഒന്ന് ഐ തിങ്ക് നിങ്ങളുടെ ഉള്ളിൽ ചില വേദനകൾ, ഓക്കെ, നമ്മൾ ചില വേദനകൾ അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്കായി പോകും. ഹാർട്ട് ചക്ര ബ്ലോക്ക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനോടും ആരോടും നമുക്ക് സ്നേഹം എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിനോട് തന്നെ നമുക്കൊരു എന്താ പറയുക, നമുക്ക് അങ്ങനെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല, ആരെയും തുറന്ന് സ്നേഹിക്കാൻ പറ്റില്ല. ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചാലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്ന് മാത്രമല്ല നമുക്ക് എല്ലാവരോടും ചിലപ്പോൾ ദേഷ്യങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള ചില ഇതൊക്കെ വരും. അതൊക്കെ ഈ ഹാർട്ട് ചക്ര ബ്ലോക്ക് വരുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മളൊരു കല്ലായി പോകുമെന്ന് തന്നെ പറയാം. ശരിക്കും അതിന് കറക്റ്റ് വാക്ക് അതാണ്. നിങ്ങൾ കല്ലായി പോകുന്ന ഒരു ഫീലിംഗ്, അതായത് ഫീലിങ്സ് ഇല്ലാതെ ആയി പോകുന്നു എന്നൊക്കെയുള്ള തോന്നൽ. ഓക്കെ, ആൻഡ് ഇവിടെ ത്രോട്ട് ചക്ര ബ്ലോക്കേജ് ഉണ്ട് നിങ്ങൾക്ക്. ത്രോട്ട് ചക്ര ബ്ലോക്കേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കൽ. ഓക്കെ, അതായത് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മളത് ചില സമയത്ത് നമ്മൾ പറയണം, അല്ലേ, നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് നമ്മൾ. പക്ഷെ പറയാൻ പേടിയാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വിട്ടുപോവോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ, അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധരിച്ചാലോ എന്നൊക്കെയുള്ള അവരെ വേദനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിക്കും. ആക്ച്വലി നിങ്ങൾ ഇമോഷണലായ ആൾക്കാർ അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ആളെ ഹേർട്ട് ചെയ്യുമോ എന്ന രീതിക്കാണ് നിങ്ങൾ ചിന്തിക്കുക. എനിക്ക് നിങ്ങൾ ഹേർട്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോകുന്നത്, പക്ഷെ അവിടെ പോലും നിങ്ങൾ ചിന്തിക്കുന്ന മറ്റേ ആളെ കുറിച്ചാണ്. ഓക്കെ, അതൊരു ത്രോട്ട് ചക്രയുടെ ബ്ലോക്കേജ് ആണ്. കാരണം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ വിട്ടു പോയാലോ എന്നുള്ളൊരു ഫീലിംഗ്, അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് ഇവിടെ. ആ ബ്ലോക്കേജസ് ഒക്കെ മേ ബി ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. ഈ ഫുൾ മൂൺ സമയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കും, ഇല്ല ഞാൻ പറയേണ്ട അവിടെ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി എൻ്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് കാണുന്നത്. ആൻഡ് ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി. നിങ്ങൾക്ക് ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട് എന്ന് പറയാം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിൻ കിട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളിൽ, അതായത് ജോലി കിട്ടുക, കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക, മെറ്റീരിയൽ കാര്യങ്ങൾ. ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാർ വാങ്ങാം, കാർ വാങ്ങാം, അല്ലെങ്കിൽ ബൈക്ക് വാങ്ങാം, അല്ലെങ്കിൽ എന്താ പറയുക, വീട് വെക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ബെറ്റർ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി കൂടിയുണ്ട്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ രണ്ടും ഉണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ മൂന്നും നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയാണ് വരുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ കുറെ കൂടി സ്പിരിച്വൽ പ്രോസ്പെരിറ്റി എങ്ങനെയാണ് വരിക, നമ്മൾ കൂടുതൽ യൂണിവേഴ്സിനോട് അടുക്കാം, അങ്ങനെ യോഗ, മെഡിറ്റേഷൻ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുക, പ്രാർത്ഥനകൾ ചെയ്യുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ആ തരത്തിൽ ലൈക്ക് സ്പിരിച്വൽ ഒരു ഗ്രോത്തിൻ്റെ ഒരു കാര്യമാണ്. ആൻഡ് ഇവിടെ ഈ ഹാർട്ട്, നമ്മുടെ ഓരോ ചക്ര ബ്ലോക്കേജസ് ഒക്കെ ക്ലിയർ ചെയ്യുക, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയേണ്ട അവിടെ പറയുക എന്ന രീതിയിൽ, അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻ. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവും. ഓക്കെ, ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനുണ്ട്. ദാറ്റ്
എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്. നമ്മുടെ ഒരു 7 of കപ്സിൻ്റെ ഓപ്ഷൻ പോലെ പറയാം. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, നിങ്ങൾ അതിൽ ഏത് വേണം എന്നൊരു ചോയ്സ് നിങ്ങൾക്ക് ഏതിലേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ. ഓക്കെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഇമോഷണൽ കാര്യങ്ങളിലേക്ക്, അതായത് റിലേഷൻഷിപ്സിലേക്ക് ഇത് കൊടുക്കണോ, ശ്രദ്ധ കൊടുക്കണോ, പഠിക്കാനൊക്കെ ആവണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, എന്തിലേക്കാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകേണ്ടത്. നിങ്ങൾ അവനവനിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കണോ, അവനവനെ ഡെവലപ്പ് ചെയ്യണോ, എന്തൊക്കെയാണ് അത് നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് കാണും. ഓക്കെ, ചോയ്സസ് ഉണ്ട്, ആ തീരുമാനം നിങ്ങൾ എടുക്കാനുണ്ട്. ആൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് സ്പിരിച്വൽ സ്ട്രെങ്ത്, യെസ്, വളരെയധികം ഐ തിങ്ക് 2 കാര്യത്തിലും നിങ്ങൾ ഐ തിങ്ക് സ്പിരിച്വലി നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കുറേ കൂടി യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവുക, കുറേ കൂടി നമ്മൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ മറ്റു ചേഞ്ചസ് കൂടി വരും. ഓക്കെ, നമ്മുടെ ലൈഫിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി ബെറ്റർ ആവും. ഓക്കെ, നമ്മൾ അതായത് പ്രാക്ടിക്കലും ആണ്, നമ്മൾ ഇമോഷണൽ മാത്രമല്ല, സ്പിരിച്വൽ ആകുമ്പോൾ നമ്മൾ ഇമോഷണൽ മാത്രമല്ല, നമ്മൾ അവിടെ ബാലൻസ് ചെയ്യാൻ പഠിക്കും ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുക, അതിൻ്റെതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ശ്രമിക്കാം. ഓക്കെ, ഇതുവരെ നിങ്ങൾ ആയിട്ടില്ലെങ്കിൽ മേ ബി നിങ്ങൾ ആയിക്കൊണ്ട് വരുന്നുണ്ടാവും, സ്ലോലി നിങ്ങൾ ആ ഒരു ഗ്രോത്തിൻ്റെ ഇതിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയുന്ന കൂടുതൽ അതിലേക്ക് കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ എന്ന് കാണുന്നുണ്ട്. ചിലത് അതാ ഞാൻ പറഞ്ഞ ഡിസിഷൻസ്, ചില തീരുമാനങ്ങൾ നിങ്ങൾ എന്തിലാണ് നിൽക്കേണ്ടത്, എന്തിൽ നിന്നാണ് മാറിപ്പോണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം എടുക്കാനുണ്ട്. ഓക്കെ, 6 of Pentacles ആയിട്ടും എടുക്കുക അതിനെ. 6 of Pentacles അല്ലെങ്കിൽ 6 of നമ്മുടെ സോൾസിൻ്റെ എനർജിയൊക്കെ എടുക്കാം. അതായത് നിങ്ങൾക്ക് സമാധാനം, ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്തിനെങ്കിലും വിട്ടു പോകാന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെയും ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ എന്തെങ്കിലും തന്നില്ല അതുകൊണ്ടൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചില മൂവിങ് ഓൺ ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ഞാൻ ചില സിറ്റുവേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയല്ല, ഞാൻ ഇതൊന്ന് വിട്ട് മാറിപ്പോട്ടെ, എനിക്കിത് നല്ലതല്ല എന്ന് മീൻസ് നല്ലതല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേദനിപ്പിക്കുന്നത് ഒരു ഭാഗം, പ്ലസ് നമ്മുടെ മനസ്സമാധാനം കൂടി പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കാം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ആൻഡ് ഇവിടെ ഇതെന്തായിരുന്നു, ലൈറ്റാണ്. യെസ്, നിങ്ങൾക്ക് എവിടേക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വരുന്നു എന്ന് പറയാം. ഓക്കെ, ബ്ലെസ്സിങ്സ് വരുന്നു എന്ന് പറയാം. യൂണിവേഴ്സിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കാൻ, സൺ കാർഡിൻ്റെ എഫക്റ്റ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ക്ലാരിറ്റി എന്ന് പറയാം. ഓക്കെ, എനിക്കതാണ് ഫീൽ ചെയ്യുന്നത് കൂടുതലും. നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ കുറേ നമ്മൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് വരാൻ തുടങ്ങും. ഓക്കെ, എന്താണ് നമുക്ക് കറക്റ്റ്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. ആൻഡ് ഇവിടെ ഇമോഷണൽ ലോസ് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്കൊരു ഇമോഷണൽ ലോസ് ചിലവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ മൂവിങ് ഓൺ ആണെങ്കിൽ ഒരു പേഴ്സണെ നിങ്ങൾ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വിട്ട് മാറി പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതൊരു വിഷമം ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ചിലവർക്ക് അത് പോസിബിൾ ആണ്. 5 of കപ്സിൻ്റെ എനർജിയാണത്, നമ്മൾ എന്തോ വിട്ടു പോകുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലോസ് വന്നതിൻ്റെ ഒരു ഫീലിങ്ങിൽ നമ്മൾ ഒരു വിഷമം തോന്നുന്നതായിട്ട്, പക്ഷേ അത് ചിലപ്പോൾ ആവശ്യമായിരിക്കും. കാരണം അപ്പോഴാണ് അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വേറെ ലൈഫിൽ ചില നല്ല മാറ്റങ്ങളും വരുന്നത്. ഓക്കെ, ചിലത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പഴയതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, കാരണം അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി പോയത്. ഇവിടെ കൈ ഇവിടെ ഹാർട്ടിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് എപ്പോഴോ ലോസ് വന്നത്, നിങ്ങൾക്ക് ആ ഒരു വേദന നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ഹാർട്ട് ചക്ര നിങ്ങളുടെ ബ്ലോക്കായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റി വരുമ്പോൾ ആ ഒരു ലോസ് ഫീലിംഗ് നിന്ന് നിങ്ങൾ പുറത്തു വരിക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ആൻഡ് ത്രോട്ട് ചക്ര ഓപ്പൺ ചെയ്യുക. ഓക്കെ, കുറച്ച് ക്ഷമ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് അഫർമേഷൻസ് കൂടി എടുത്തേക്കാം. നിങ്ങൾക്ക് പറ്റിയത് കുറച്ചെണ്ണം നോക്കട്ടെ. ഇതൊക്കെ നിങ്ങളുടെ ഫുൾ മൂൺ സമയത്ത് മേ ബി കുറച്ച് നമ്മൾ ഈ ലോസ് ഫീലിംഗ് കൂടുതൽ വരും. ഓക്കെ, നമുക്ക് ആ പഴയ നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ഓർത്തു പോകും. ഓക്കെ, ഹാർട്ട് ചക്രമൊക്കെ നമ്മളുടെ ആ ബ്ലോക്കേജ് വീണ്ടും നമ്മളൊന്ന് ആ സമയത്ത് കൂടുതലാവും. നമുക്ക് ഫീലിങ്സ്, വിഷമങ്ങൾ. ഓക്കെ, പെർസിവിയറൻസ്. ഐ നോ ദാറ്റ് ഐ ക്യാൻ ഡു വാട്ട് എവർ ഐ സെറ്റ് മൈ മൈൻഡ് ടു. അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. പെർസിവിയറൻസ് വിത്തൗട്ട് ഗിവിങ് അപ്പ്. ഓക്കെ, 2 വന്നു. ഹെൽത്ത്. ഐ വിൽ ഓണർ ദ ഫിസിക്കൽ വെസൽ ദാറ്റ് എൻഷ്രൈൻസ് മൈ സോൾ. ആക്ച്വലി ഇതും നമ്മൾ ഹെൽത്തിൻ്റെ കാര്യം പറയാം. ഓക്കെ, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ഓക്കെ ആയാലേ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ. എപ്പോഴും എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം നിങ്ങളെ ഹെൽത്തിനെ കെയർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഹെൽത്ത് കെയർ ചെയ്യുക. പീസ്. ഐ ആം എ ബീയിങ് ഓഫ് ലവ് ആൻഡ് ഐ റിലീസ് ഓൾ നെഗറ്റീവ് എനർജി. യെസ്, നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ മൈൻഡിൽ ഫുൾ മൂൺ സമയത്തൊക്കെ കൂടുതൽ വരും. ഓക്കെ, അതിനെ റിലീസ് ചെയ്ത് വിടുക. നിങ്ങളൊരു ശാന്തത നിങ്ങൾ കീപ്പ് ചെയ്യുക. പേഷ്യൻസ് വെക്കുക എന്ന് പറയാം. വറി. ഐ എം ലേണിംഗ് ദാറ്റ് വറി ഡസൻ ചേഞ്ച് ആൻ ഔട്ട്കം. നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, വിഷമിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ആലോചിച്ച് ഓവർ തിങ്കിങ്ങിലേക്ക് പോയിട്ട് കാര്യമില്ല. ഓക്കെ,
ആൻഡ് ഇവിടെ ഇത് ബോട്ടം. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൂസിങ് സംതിങ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അപ്രീഷിയേറ്റ് ഇറ്റ്. ഇതിവിടെ ഇമോഷണൽ ലോസിൻ്റെ കാര്യം അല്ലേ, നമ്മളൊരു ലോസ് നമുക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ ആ ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണെന്നാണ് പറയുന്നത്. നഷ്ടപ്പെടുമ്പോഴേ ചിലതിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയുമല്ലോ. ഓക്കെ, അങ്ങനെ ഒരു കാര്യം എനിക്കിവിടെ ഫീൽ ചെയ്തു, ഞാൻ പറയുകയാണ്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുത്തേക്കാം. പേഷ്യൻസ്, യെസ്, നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഐ അക്സെപ്റ്റ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ഡിവൈൻ ഓർഡർ. നമ്മൾ ക്ഷമയോടെ കാര്യം ആൻഡ് ചേഞ്ച്, ഇതേ വീണ്ടും ചേഞ്ചിൻ്റെ കാര്യം. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നത്തിങ് ക്യാൻ ഗ്രോ ഓർ ഇവോൾവ് വിത്തൗട്ട് മൂവ്മെൻറ്റ്. യെസ്, മാറ്റങ്ങൾ വരുന്നതിന് നിങ്ങൾ പേടിക്കാതിരിക്കുക. ഓക്കെ, മാറ്റങ്ങൾ ആവശ്യമാണ്. ഓക്കെ, മാറ്റങ്ങൾ വരുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നല്ലത് ഒരു ഗ്രോ ചെയ്യുള്ളൂ, വളരുള്ളൂ. എന്തെങ്കിലും മാറ്റം വേണം. സീസൺസ് മാറാതെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറയില്ലേ. ചെടികളും ഇതും വളരുന്നതെല്ലാം സീസൺസ് മാറ്റങ്ങൾ ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് ലൈഫിലും ചേഞ്ചസ് ആവശ്യമാണ്. ഓക്കെ, അത് നമ്മളെ വളരാനും നമ്മളെ ഇവോൾവ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മാറ്റങ്ങൾ. ഓക്കെ, ക്ഷമയോടെ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കാതെ എല്ലാം ഡിവൈൻ ഡെസ്റ്റിനിയുടെ കാര്യമാണ്, ഡിവൈൻ പവറിൻ്റെ കാര്യമാണ് പറയുന്നത്, ഡിവൈൻ ഓർഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡിവൈൻ ടൈമിൽ കാര്യങ്ങൾ നടക്കും. ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഇപ്പം നടക്കുന്നത് എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ചില നഷ്ടങ്ങളിടയ്ക്ക് വരുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേറെ പുതിയ നല്ലത് കൂടി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.